ഹലോ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിപ്പോസിഷൻ ഇൻറ്റു ആണ്. ഇൻറ്റു യൂസ് ചെയ്യുന്നത് മലയാളത്തിൽ ഉള്ളിലേക്ക് എന്ന് പറയാനാണ്. ഷീ വെൻറ്റ് ഇൻ ടു ദ റൂം. അവൾ റൂമിനുള്ളിലേക്ക് പോയി. ഇവിടെ റൂമിനുള്ളിലേക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റു യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ റൂം എന്ന് പറയുന്നത് 4 സൈഡ് കവറായിട്ടുള്ള ഒന്നാണ്. അതിൻ്റെ ഉള്ളിലേക്കാണ് അവൾ പോയിട്ടുള്ളത്. ഇങ്ങനെ കവറായിട്ടുള്ള ഒന്നിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മളവിടെ ഇൻറ്റു ആണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ അവൾ മറ്റൊരു സൈഡിൽ നിന്നാണ് റൂമിലേക്ക് പോയത്. ചിലപ്പോൾ ഹാളിൽ നിന്നായിരിക്കും റൂമിലേക്ക് പോയിട്ടുണ്ടാവുക, ചിലപ്പോൾ കിച്ചണിൽ നിന്നായിരിക്കും റൂമിൽ നിന്ന് പോയിട്ടുണ്ടാവുക. മറ്റൊരു സ്ഥലത്തു നിന്ന്, മറ്റൊരു ലൊക്കേഷനിൽ നിന്ന് റൂമിലേക്ക് വേറൊരു ലൊക്കേഷനിലേക്ക് പോകുന്നതിന് നമ്മൾ ഇൻറ്റു വെച്ചാണ് പറയുന്നത്. മൈ മദർ ഈസ് ഗോയിങ് ഇൻ ടു ദ കിച്ചൺ. എൻ്റെ അമ്മ കിച്ചണിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കിച്ചണിനുള്ളിലേക്ക് എന്ന് പറയാനാണ് ഇൻറ്റു യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കവറായിട്ടുള്ള ഒന്നാണ്, 3 സൈഡ് കവറായിട്ടുള്ള ഒന്നാണ്. അതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അതുകൂടാതെ മറ്റൊരു ലൊക്കേഷനിൽ നിന്നാണ് അമ്മ കിച്ചണിലേക്ക് പോയത്. അതായത് നേരത്തെ പറഞ്ഞുള്ള ഹാളിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ റൂമിൽ നിന്ന് ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇൻറ്റു യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ 2 സെൻറ്റൻസുകൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഹി വാസ് ഇൻ ദ റൂം. അവൻ റൂമിനുള്ളിലായിരുന്നു. ഹി കെയിം ഇൻ ടു ദ റൂം. അവൻ റൂമിനുള്ളിലേക്ക് വന്നു. ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ ഹി വാസ് ഇൻ ദ റൂം. ഇവിടെ അവൻ റൂമിനുള്ളിൽ ആയിരുന്നു എന്ന് വെച്ചാൽ അവൻ റൂമിനുള്ളിൽ തന്നെയാണ്, ആ റൂമിൽ തന്നെയാണ്, ഒരു മൂവ്മെൻ്റ് ഒന്നുമില്ല, ആ റൂമിൽ തന്നെയാണ്. എന്നാൽ ഹി കെയിം ഇൻ ടു ദ റൂം, അവൻ റൂമിനുള്ളിലേക്ക് വന്നു. അതായത് പുറത്തു നിന്നാണ് അകത്തേക്ക് കയറിയത്. ചിലപ്പോൾ ഹാളിൽ നിന്നായിരിക്കും റൂമിലേക്ക് വന്നത്, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ നിന്നായിരിക്കും റൂമിലേക്ക് വന്നത്. ആ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഇൻറ്റു യൂസ് ചെയ്യുന്നത്. മൂവ്മെൻ്റ് ഒന്നുമില്ലാതെ ജസ്റ്റ് ഒരു പൊസിഷനെ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സെൻറ്റൻസിൽ അവർ റൂമിനുള്ളിലായിരുന്നു, റൂമിനുള്ളിൽ ഒരു ലൊക്കേഷൻ പറയാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തേൽ അവർ റൂമിനുള്ളിലേക്ക് വന്നു, മറ്റൊരു സ്ഥലത്തു നിന്ന് റൂമിനുള്ളിലേക്ക് വന്നു. ആ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റു യൂസ് ചെയ്തിരിക്കുന്നത്. ഹി ജംപ്ഡ് ഇൻ ടു ദ റിവർ. അവൻ റിവറിനുള്ളിലേക്ക് ചാടി. ഇവിടെ റിവറിനുള്ളിലേക്ക് എന്ന് പറയാനാണ് ഇൻറ്റു യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് അവൻ നദിയുടെ കരയിൽ നിന്ന് നദിയിലേക്ക് ചാടി. അതായത് നദിയുടെ കരയിൽ നിന്ന് നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക്, അതായത് കരയിൽ നിന്ന് നദിയുടെ ഉള്ളിലേക്ക് ചാടി. അവിടെ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ഒരു മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോഴാണ് ഇൻറ്റു യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഇൻറ്റു പ്രിപ്പോസിഷനായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇൻറ്റുവിന് മുമ്പെല്ലാം ഒരു ആക്ഷൻ വെർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻറ്റുവിൻ്റെ രണ്ടാമത്തെ യൂസ് മാറ്റത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച്. ദേ ടേൺഡ് ദ ബെഡ്റൂം ഇൻറ്റു ആൻ ഓഫീസ്. അവർ ബെഡ്റൂം ഓഫീസാക്കി മാറ്റി. ഇവിടെ ബെഡ്റൂമിന് ഓഫീസിലേക്ക് മാറ്റി എന്നൊരു മാറ്റത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ആദ്യം ബെഡ്റൂമായിരുന്നു, അതിന് ഓഫീസിലേക്ക് മാറ്റി. ഇങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റു യൂസ് ചെയ്യുന്നു. ഹീ ചോപ്ഡ് ദ ടൊമാറ്റോസ് ഇൻറ്റു സ്മോൾ പീസസ്. അവൻ ടൊമാറ്റോസ് ചെറിയ പീസസായി അരിഞ്ഞു. ഇവിടെ ഒരു ചേഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. ടൊമാറ്റോ എന്ന് പറഞ്ഞ ഒന്നിനെ ചെറിയ പീസസ് ആക്കി മാറ്റി, അങ്ങനെ ഒരു ചേഞ്ചിലേക്ക് മാറ്റി. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇൻറ്റു യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ടൊമാറ്റോ എന്ന് പറയുന്ന ഒന്നിനെ മറ്റൊന്നിലേക്ക് മാറ്റാണ്, ചെറിയ പീസസ് ആക്കി മാറ്റാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇൻറ്റു യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത പ്രിപ്പോസിഷനാണ് ഓൺ ടു. ഓൺ ടു യൂസ് ചെയ്യുന്നത് മലയാളത്തിൽ മുകളിലേക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ദ ക്യാറ്റ് ജംപ്ഡ് ഓൺ ടു ദ ടേബിൾ. പൂച്ച ടേബിളിന് മുകളിലേക്ക് ചാടി. ഇവിടെ ടേബിളിന് മുകളിലേക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓൺ ടു യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്കുള്ള മൂവ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് പൂച്ചയുടെ ഒരു ജമ്പിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് പൂച്ച വേറൊരു സൈഡിൽ നിന്നാണ് ടേബിളിന് മുകളിലേക്ക് ചാടിയിരിക്കുന്നത്. ആ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓൺ ടു യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഓൺ ടുവിന് മുമ്പ് വന്നിരിക്കുന്നത് ഒരു വെർബാണ്. നമുക്കിനി ഈ 2 സെൻറ്റൻസുകൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ബുക്ക് ടേബിളിന് മുകളിലാണ്. ഐ ത്രൂ ദ ബുക്ക് ഓൺ ടു ദ ടേബിൾ. ഞാൻ ബുക്ക് ടേബിളിന് മുകളിലേക്ക് എറിഞ്ഞു.
ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ, ബുക്ക് ടേബിളിന് മുകളിലാണ്. അതായത് ഒരു മൂവ്മെൻറ്റില്ല, ആ ഒരു ടേബിളിന് മുകളിൽ, ആ സർഫേസിന് മുകളിലാണ് ആ ബുക്ക് ഇരിക്കുന്നത്. ജസ്റ്റ് അവിടെ ഇരിക്കുകയാണ്, അവിടെ മൂവ്മെൻ്റ് ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് നമ്മളൊരു പൊസിഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. ഐ ത്രൂ ദ ബുക്ക് ഓൺ ടു ദ ടേബിൾ, ഞാൻ ബുക്ക് ടേബിളിന് മുകളിലേക്ക് എറിഞ്ഞു. അതായത് ആ ബുക്ക് ആ സർഫേസിന് മുകളിലേക്ക് എറിഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് അവിടെ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ നിന്നായിരിക്കും ആ ടേബിളിന് മുകളിലേക്ക് എറിഞ്ഞത്. അതായത് എൻ്റെ കയ്യിൽ നിന്ന് ടേബിളിന് മുകളിലേക്കാണ് എറിഞ്ഞത്. അവിടെ ഒരു മൂവ്മെൻ്റ് നടക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് ടേബിളിൻ്റെ അവിടേക്കുള്ള ഒരു മൂവ്മെൻറ്റ്. അതുകൂടാതെ ടേബിളിന് മുകളിലേക്കാണ് എറിഞ്ഞത്, ആ ഒരു സർഫേസിലാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഓൺ ടു യൂസ് ചെയ്തിരിക്കുന്നത്. ഓൺ യൂസ് ചെയ്യാൻ കാരണം ടേബിളിന് മുകളിലാണ്, ജസ്റ്റ് മൂവ്മെൻ്റ് ഇല്ല. എന്നാൽ ഓൺ ടു യൂസ് ചെയ്യാൻ കാരണം അവിടെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓൺ ടു അല്ല യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു വെർബാണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക.